ഹജ്ജിന് അല്ലാഹു സുബ്ഹാനഹു വ തആല 5 ഫറളുകൾ പ്രത്യേകമായി പഠിപ്പിക്കുന്നുണ്ട്, 5 വാജിബാത്തുകൾ പഠിപ്പിക്കുന്നുണ്ട്, അതിപ്രധാനപ്പെട്ട 6 സുന്നത്തുകളും പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ ചേർന്നുകൊണ്ടുള്ള ഹജ്ജ് നമുക്ക് സൗകര്യമുള്ള മാസത്തിലും ദിവസത്തിലും പോയി ചെയ്തു വരാൻ പറ്റില്ല. പിന്നെയോ ഹജ്ജ് ചെയ്യേണ്ട സമയം ആയാൽ ദിൽഹിജ്ജ മാസം 7, 8, 9, 10, 11, 12, 13 6-7 ദിവസങ്ങൾ ഹജ്ജ് പൂർത്തിയാക്കാൻ വേണം. രണ്ടാമത്തേത് മക്കത്തുൽ മുക്കറമ, അറഫ മൈതാനി, മിന താഴ്വര, മുസ്ദലിഫ, വീണ്ടും മിന, ഈ സ്ഥലങ്ങളിലെല്ലാം നടന്നും ഓടിയും കല്ല് പെറുക്കിയും എറിഞ്ഞും അധ്വാനിച്ച് ചെയ്യേണ്ട അമലാണ് ഹജ്ജ്. അപ്പം ഹജ്ജ് എന്നത് നല്ല പോലെ പഠിച്ചും നല്ല പോലെ ശ്രമിച്ചും ചെയ്യേണ്ട ഒരു അമലാണ്. അങ്ങനെയൊക്കെ ഒരു ഹജ്ജ് ചെയ്യുമ്പോൾ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദത്തം ചെയ്തിരിക്കുന്ന പ്രതിഫലത്തിൻ്റെ തോത് അത് അളന്നും തൂക്കിയും എണ്ണിയും തിട്ടപ്പെടുത്തുന്നത് അല്ല. മറിച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതനുസരിച്ച് കേന്ദ്ര മുഷാവറ അംഗവും നമ്മുടെ ഈ അൽമക്കർ സ്ഥാപനത്തിലെ പ്രധാന മുദരിസുമാണ് ഉസ്താദ് അവറുകൾ. നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, നീ റാഹത്ത് കൊടുക്കണേ അല്ലാഹ്. നമ്മുടെ ഹജ്ജ് ക്യാമ്പിലും ഉസ്താദ് അവറുകൾ നമ്മുടെ ഒരു പൊരുത്തത്തിന് ഇരുന്ന് നമ്മെ സന്തോഷിപ്പിക്കുക പതിവാണ്. അള്ളാഹു നമ്മുടെ ഉലമാഇന് എല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചത് തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. അൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, നബി തങ്ങളെ കൂടെ നിന്നുകൊണ്ട് നബി തങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ സംശയം തീർത്ത് പഠിക്കുകയും മനസ്സിലാക്കുകയും അടുത്ത തലമുറക്ക് പകർത്തിക്കൊടുക്കാൻ ഖുർആൻ അധികാരപ്പെടുത്തുകയും ചെയ്ത സ്വഹാബാക്കളിൽ പ്രധാനിയാണ് അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന മഹാനാണ്. ബഹുമാനപ്പെട്ടവർ ഓർമ്മപ്പെടുത്തുകയാണ്, ജിഹാദുൽ കബീരി വസ്സഗീരി വല്ലഈഫി വൽമർഅ അൽ ഹജ്ജ് വൽ ഉംറ. ചെറിയവർക്കും വലിയവർക്കും ആരോഗ്യപരമായി ക്ഷീണിച്ചവർക്കും അല്ലാത്തവർക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുമിച്ച് നിർവഹിക്കാനുള്ള എല്ലാവർക്കും നിർബന്ധമുള്ള ഒരു ധർമ്മ സമരമാണ് ഹജ്ജ് ഉംറ എന്നത്. ആയിരക്കണക്കിന് കിലോമീറ്റർ യാത്ര ചെയ്യുക ഒരു സാഹസമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോകുന്ന ആളുകൾ ഒരാഴ്ച മുമ്പ് നല്ല പോലെ ഒരുങ്ങണം. ഹജ്ജ് ഹൗസിൽ ചെന്ന് അവിടെ കെട്ടിക്കിടക്കണം. നമ്മുടെ കുടുംബങ്ങളൊക്കെ നമ്മുടെ വേർപാടിൽ അധികമൊന്നും വീട് വിട്ട് പോകാത്തവരും, ഇനി പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പം കുറച്ചായിട്ട് വീട്ടിൽ തന്നെ അടങ്ങിയിരിക്കുന്നവരും, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ശാരീരിക അസ്വസ്ഥതകളുള്ളവരുമൊക്കെ ആയ ആളുകൾ ഇതിനൊക്കെ ഒരുങ്ങുമ്പോൾ കുടുംബം അതിനൊപ്പം നിൽക്കണം. ഇവിടെ നിന്ന് യാത്ര തുടങ്ങിയാൽ സ്വാഭാവികമായിട്ടും മക്കത്തെത്തുമ്പോഴേക്കും, നാട്ടിൽ നിന്ന് പുറപ്പെട്ട് മക്കത്തെത്തുമ്പോഴേക്കും ഒരു 24 മണിക്കൂറെങ്കിലും ആകും. ഇങ്ങനെ ഇതൊരു ജിഹാദാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ വീട് വിട്ടു, സൗകര്യം വിട്ടു, നമ്മുടേതായ സ്വാതന്ത്ര്യം വിട്ടു, നമ്മുടേതായ ഇഷ്ടങ്ങൾ വിട്ടു, നാം സംസാരിക്കുന്ന ഭാഷ വിട്ടു, ശൈലി വിട്ടു. അപ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ചേർന്നതാണ് ജിഹാദ്. ജിഹാദുൽ കബീരി വസ്സഗീരി വല്ലഈഫി വൽമർഅ അൽ ഹജ്ജ് വൽ ഉംറ. അപ്പം കിതാബുകൾ തന്നെ അതിനെക്കുറിച്ച് ജിഹാദ് എന്ന് പറഞ്ഞതിന് പുറമെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്ര വലിയൊരു ജിഹാദിന് നമ്മൾ തയ്യാറാകുമ്പോൾ അതിന് കിട്ടുന്ന ഒരു പ്രതിഫലത്തെയാണ് നമ്മെ അതിലേക്ക് മോട്ടിവേറ്റ് ചെയ്തത്. പണം വേണം, ആരോഗ്യം വേണം, യാത്ര ചെയ്യണം ഒക്കെ ആയിട്ടും അതിലേക്ക് നമ്മെ പ്രത്യേകമായി ക്ഷണിച്ചത് എന്താണ്? അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങൾ തന്നെ പറയട്ടെ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്ത് നബിയുടെ ഓർഡർ എന്താണ് അള്ളാഹു പഠിപ്പിക്കുന്നത്? യഗ്ഫിറു ലിൽ ഹാജി വലിമൻ ഇസ്തഗ്ഫറ ലഹുൽ ഹാജു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹാജിമാർ അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടത് പൂർത്തീകരിച്ചു കൊടുക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കഴിഞ്ഞ കാല ജീവിതത്തിൽ സംഭവിച്ച പാകപ്പിഴവുകളെല്ലാം മായ്ച്ചു കളയും. യാ റബ്ബനാ വഅഫു അന്ന വംഹുല്ലദീ കാന മിന്ന എന്ന് ഹദ്ദാദിൽ ഒരു പ്രധാന ദിക്റുണ്ട്. അള്ളാഹുവേ, ജീവിതത്തിൽ കഴിഞ്ഞ തെറ്റുകുറ്റങ്ങളൊക്കെ മായ്ച്ചു കളയണം. എങ്ങനെ മായ്ച്ചു കളയണം? ഇനി ആഖിറത്തിൽ വരുമ്പോൾ അത് വായിക്കേണ്ട അവസ്ഥ ഉണ്ടാകാത്ത വിധം. നമ്മൾ ചിലതൊക്കെ പൊരുത്തപ്പെട്ടാലും മനസ്സിന്ന് പോകുമോ? പൊരുത്തപ്പെടലൊക്കെ നടന്നിക്കണേ, പക്ഷേ മനസ്സിന്നാണ് പോയി കിട്ടുമോ? അങ്ങനെയല്ല. വംഹുല്ലദീ കാന മിന്ന, ഞങ്ങളിൽ നിന്ന് ഉണ്ടായതൊക്കെ മായ്ച്ചു കളയുക. അതാണ് ഹജ്ജിൻ്റെ പ്രത്യേകത. 2 ഹദീസ് നമുക്കതിൽ പഠിപ്പിക്കുന്നുണ്ട്. അൽ ഇസ്ലാമു യഹ്ദിമു മാ കാന ഖബ്ല. കലിമ ഷഹാദ ചൊല്ലുന്നതിന് മുമ്പ് ഒരാളിൽ എന്തൊക്കെ തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിലും ഷഹാദത്തി കലിമയോടുകൂടെ അതൊക്കെ മായ്ക്കപ്പെട്ടു. 70 വയസ്സ് ജീവിച്ചിരിക്കുന്ന ഒരു അവിശ്വാസി, അയാൾ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടാണ് ജീവിച്ചത്? ഇപ്പൊ അദ്ദേഹത്തിന് വയസ്സ് 70ആയി. എന്നാൽ അയാൾ മരിക്കുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് അയാൾ ഷഹാദത്തി കലിമ ചൊല്ലിയിട്ടാണ് മരിക്കുന്നതെങ്കിൽ അയാൾ 60-70 കൊല്ലക്കാലത്തെ റെക്കോർഡുകൾക്ക് പരിശോധനയില്ല. അയാൾ എങ്ങനെ ജീവിച്ചു എന്ന് പരിശോധനയില്ല. എന്തുകൊണ്ട്? അയാളെ റെക്കോർഡിൽ എല്ലാം മായ്ഞ്ഞുപോയി, തെറ്റുകുറ്റങ്ങളൊക്കെ മായ്ഞ്ഞുപോയി. ഇതേപോലെ ഒരു ഹദീത്ത് പിന്നെ കാണുന്നത് ഏതാണ്? അൽ ഹജ്ജു യഹ്ദിമു മാ കാന ഖബ്ല. ഹജ്ജായിട്ട് ചെയ്യാൻ ഭാഗ്യം ലഭിച്ചാൽ മുസ്ലിമായ ശേഷം ഒരാളിൽ എന്തൊക്കെ പാകപ്പിഴവുകൾ പറ്റിയിട്ടുണ്ടോ അള്ളാഹു തആല മായ്ച്ചു കളയും. അത്ര പ്രധാനപ്പെട്ടതാണ് ഹജ്ജ്. അപ്പോൾ ആ ഹജ്ജിന് പുറപ്പെടുമ്പോൾ ചില ഹക്കടപാടുകൾ പറയേണ്ടതുണ്ട്, ചില വാക്കടപാടുകൾ പറയേണ്ടതുണ്ട്, ചില പ്രത്യേക ഒരുക്കങ്ങളൊക്കെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇത്രയും ശ്രേഷ്ഠമായ ഒരു അമലിന് ഭാഗ്യം കിട്ടുമ്പോൾ നിങ്ങൾ ഓർക്കണം, മൻ അറാദൽ ഹജ്ജ ഫല്യതഅജ്ജൽ. ഹജ്ജിൻ്റെ സാഹചര്യം ഒത്തു വന്നുകൊണ്ടേയിരിക്കുന്നു. അടുത്ത കൊല്ലം എനിക്ക് പോകാം, ആരോഗ്യം വലിയ കുഴപ്പമില്ല, സാമ്പത്തിക ശേഷിയൊക്കെ അൽഹംദുലില്ലാ, അങ്ങനത്തെ ഒരു മാനസിക അവസ്ഥയിലേക്കും തയ്യാറെടുപ്പിലേക്കും എത്തുമ്പോൾ ഇനി പിന്തിക്കണ്ട, ഫല്യതഅജ്ജൽ, വേഗത്തിൽ ആ കാര്യത്തിലേക്ക് മുന്നോട്ട് വരണം. സാഹചര്യങ്ങളൊക്കെ ഒത്തു കിട്ടിയിട്ട് നമ്മുടെ കാരണങ്ങളാൽ നമ്മളത് പിന്തിച്ചു, പിന്നെ ഹജ്ജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവൻ വല്ല ജൂതനോ മറ്റോ ആയി ചത്തുപോയിക്കോട്ടെ എന്ന് നബിതങ്ങൾ താക്കീദിൻ്റെ സ്വരത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അതിൻ്റെ ഗൗരവമുള്ളതും പ്രതീക്ഷയുള്ളതുമായ ഭാഗങ്ങളാണ്. ഇനി ഒരു പ്രായമുള്ള ആളോ അല്ലെങ്കിൽ അറ്റാക്കുള്ള ആളോ അങ്ങനെയൊക്കെയുള്ള ആളുകൾ പടച്ചോനെ ആ തിക്കലും തിരക്കിലും ഒക്കെ ഞാൻ പോയിട്ട് ഞാനെങ്ങാനും മരിച്ചു പോകുമോ, അങ്ങനെ ഒരാൾ ബേജാറാവണ്ട, മരിച്ചു കിട്ടിയെങ്കിൽ എന്നാ കരുതണ്ടേ. കാരണം എന്തുകൊണ്ട്? മമ്മാത്ത ഫി അഹദിൽ ഹറമൈൻ ബഅസഹുല്ലാഹു മിനൽ ആമിനീന യൗമൽ ഖിയാമ. 2 ഒരു ഹറമിൽ മരിച്ചു കിടക്കാൻ ഭാഗ്യം ലഭിച്ചാൽ നാളെ ആഖിറത്തിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന കൂട്ടത്തിലെ ഏറ്റവും സമ്മാനം ലഭിക്കുന്ന ആളായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വരവ്. ഹജ്ജിന് ഇഹ്റാം ചെയ്ത് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ഇങ്ങനെ ചൊല്ലിപ്പോകുമ്പോൾ ഒരാൾ മരണപ്പെട്ടാൽ നാളെ ഖബറിൽ നിന്ന് എഴുന്നേറ്റിട്ട് അദ്ദേഹം ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക്, അയാൾ ഹജ്ജിൻ്റെ ബാക്കി പൂർത്തിയാക്കാനുള്ള നിയ്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ് മഹ്ശറിലേക്ക് വരുന്നത്.
അപ്പം ഞാൻ മരിക്കുമോ, എനിക്കെന്തെങ്കിലും പറ്റുമോ, എനിക്ക് വേറെന്തെങ്കിലും ആകുമോ, ആ വക ചിന്തയൊന്നും ആർക്കും വേണ്ട. അതിനൊക്കെ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന പ്രതിഫലങ്ങൾ വളരെ വലുതാണ്. നമ്മളിപ്പോൾ പറയാലോ മൂപ്പർക്ക് ഹജ്ജിന് പോയാൽ എന്താകും എന്നറിയില്ല. ആരോഗ്യമുള്ള ആൾ പോയാൽ എന്താകുന്ന അപ്പം നിങ്ങൾക്ക് അറിയാം, അതറിയാം. ഞാനിപ്പോൾ ഈ ഒരു ആഴ്ചക്കുള്ളിൽ ഒരു 10 മരണത്തിന് സംബന്ധിച്ചു. അത് 10ഉം 30ൻ്റെയും 40ൻ്റെയും ഇടക്കുള്ള സ്ത്രീ പുരുഷന്മാരാണ്. ഒക്കെ മരണപ്പെട്ടത് എങ്ങനെയാണ്? പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഭാര്യയും ഭർത്താവും ട്രെയിൻ കാത്തു നിൽക്കുന്നു. അങ്ങാടിപ്പുറത്ത് പെരിന്തൽമണ്ണ കൈ പിടിച്ച് രണ്ടാളും നിൽക്കുന്നതിനിടക്ക് 36 വയസ്സായിരിക്കുന്ന ഭർത്താവ് അവിടെ എങ്ങനെയാണ് തളർന്നിരുന്നു. തൊട്ടപ്പുറത്തെ ക്ലിനിക്കിലെത്തിച്ചു, മരിച്ചു പോയിട്ടുണ്ട്. ഒരു 3 പെൺകുട്ടികളുള്ള ഒരു ഉമ്മ, മൂത്ത മോൾക്ക് ഗർഭാണ്. അടുത്ത ദിവസം പ്രസവത്തിന് ഇങ്ങനെ കാത്തു നിൽക്കുക. ആ മോൾക്ക് വേണ്ട ശുശ്രൂഷകളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് ഉമ്മ രാവിലെ 9 മണിക്ക് കുളിക്കാൻ കയറി. കുളി കഴിഞ്ഞ് പുറത്തിറങ്ങി ആ ഉമ്മ ഡ്രസ്സ് മാറ്റിക്കൊണ്ടിരിക്കുന്ന മധ്യേ തളർന്ന് അവിടെ ഇങ്ങനെ വീടും. തൊട്ടടുത്ത ക്ലിനിക്കിൽ കൊണ്ടുപോയപ്പോൾ ആ വീഴ്ചയിൽ തന്നെ മരിച്ചിട്ടുണ്ട്. ഇന്നാളൊരു ഡോക്ടറോട് സംസാരിച്ചപ്പം അയാൾ പറഞ്ഞു, എല്ല് പൊട്ടി വീണതാണ് സാറേ എന്ന് പറഞ്ഞപ്പം, പൊട്ടി വീണതല്ല, വീണ് പൊട്ടിയതാണ് എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, വീണ് പൊട്ടിയതല്ല, പൊട്ടി വീണതാണ്. ഈ മരണമൊക്കെ കൂടുതൽ വരുന്നത് ആർക്കാണ്? 30-40 കുഴഞ്ഞു വീണ് മരിച്ച അധിക ആളുകളെ നിങ്ങൾ നോക്കി. അതിൽ സുജൂദിൽ മരിച്ചവരുമുണ്ട്, റുക്കോയിൽ മരിച്ചവരുമുണ്ട്, നടത്തത്തിൽ മരിച്ചവരുണ്ട്, ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ അതിന് കാരണങ്ങൾ പലതും കണ്ടെത്തും. മറ്റേ ആ ഇഞ്ചക്ഷൻ ചെയ്തല്ലോ, ഏത് ഇഞ്ചക്ഷൻ? ആ മോടിക്കും വേണ്ടിയിട്ട് ഒരു ഇഞ്ചക്ഷൻ ചെയ്തില്ലേ നമ്മൾ കൊറോണക്ക്? അതാണ് ഇതൊക്കെ ഇങ്ങനെ വരാൻ കാരണം. അതിപ്പോൾ 30-40 ഉള്ളവർ മാത്രമേ ചെയ്തിട്ടുള്ളൂ. എത്ര ആൾ ചെയ്തിരിക്കണത്? നമുക്കോരോരോ സബബ് കണ്ടെത്താൻ പറയാം എന്നല്ലാതെ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനത്തെ ഒരു കാലത്താണ് നമ്മുടെ ജീവിതം. അപ്പോൾ നമ്മൾ നാളെ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് മറ്റന്നാളാകാം എന്ന് നീട്ടിവെക്കണ്ട. ഹജ്ജ് അതിന് സമയം ഒത്തുകിട്ടി ആകുമ്പോൾ വേഗത്തിൽ പോകണം. അതിന് അല്ലാഹു തആല വാഗ്ദത്തം ചെയ്തെന്ന പ്രതിഫലം യാ റബ്ബ് യാ റബ്ബ് അത് വല്ലാത്ത കൂടുതലാണ്. മൻ മാത ഫി അഹദിൽ ഹറമൈൻ അവർ മക്കത്തോ മദീനത്തോ. എന്തുകൊണ്ട്? മദീന സിയാറ ഒരു പക്ഷേ ഹജ്ജിന് മുമ്പ് അല്ലെങ്കിൽ ഹജ്ജിന് ശേഷം, രണ്ടാൽ ഒരു സമയത്ത് സിയാറത്ത് ചെയ്യൽ വളരെ പ്രത്യേകതയുള്ള സുന്നത്താണ്. അപ്പം മക്കത്തോ മദീനത്തോ ഒരാൾക്ക് മരിക്കാൻ ഭാഗ്യം ലഭിച്ചാൽ നാളെ ആഖിറത്തിൽ അവർ വലിയ പദവിയിലായിരിക്കും. അത്ര പ്രതിഫലങ്ങളൊക്കെയുള്ള ആ ഹജ്ജ് നമ്മുടെ തടി കൊണ്ട് നമുക്ക് ചെയ്യാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. ഇനി അഥവാ നമുക്ക് സാധിച്ചില്ലെങ്കിൽ, നമ്മൾ പറ്റ തളർന്ന അവസ്ഥയിൽ ഹയാത്ത് കാലത്തും നമ്മൾ മരിച്ച ശേഷം മരണാനന്തരവും നമുക്ക് പകരമായി ഹജ്ജ് ചെയ്യാൻ പ്രതിനിധികളെ ഏൽപ്പിക്കണം. കഴിവുള്ള ആൾ മരിക്കുകയാണ്, ഹജ്ജ് ചെയ്തിട്ടുമില്ല, എന്നാൽ അയാൾ വേണ്ടപ്പെട്ടവരോട് വസിയത്ത് പറയണം, എൻ്റെ സ്വത്തിൽ നിന്ന് ഹജ്ജ് കഴിഞ്ഞിട്ട് ബാക്കിയെ കുടുംബത്തിനൊക്കെ ഓഹരി ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങളിത് ഹജ്ജ് ചെയ്യണേ എന്ന് മക്കളെ ഏൽപ്പിക്കണം, ഉത്തരവാദപ്പെട്ടവരെ ഏൽപ്പിക്കണം. ഹജ്ജ് എന്നത് അത്ര പ്രധാനപ്പെട്ടതാണ്. ജീവിതത്തിൽ ഒരു സത്യവിശ്വാസിക്ക് കഅബ ശരീഫ് ഒന്ന് കണ്ട് മദീന മുനവ്വറയിൽ പോയി അങ്ങനെ ആ പരിശുദ്ധമായ ഹജ്ജ് ഉംറ നിർവഹിക്കാൻ ഭാഗ്യം ലഭിച്ചാൽ അതിനപ്പുറം മറ്റൊന്ന് കിട്ടാനില്ല. അത്ര ശ്രേഷ്ഠമാണ് അൽ ഹജ്ജു വൽ ഉംറ. അതുകൊണ്ട് തന്നെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് പ്രത്യേകമായി പഠിപ്പിക്കുന്നുണ്ട്. ആദം നബി അലൈഹിസ്സലാം 40 ഹജ്ജ് ചെയ്തു എന്നാണ് ചരിത്രം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർബന്ധമായ ഹജ്ജ് ഒന്നാണെങ്കിലും എത്രയോ ഹജ്ജുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തിട്ടുണ്ട്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം, ഹിജ്റ 9-ാം വർഷം, 10-ാം വർഷം, 12-ാം വർഷം 3 ഹജ്ജ്
സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിർവഹിച്ചത് ചരിത്രത്തിൽ രേഖയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 12 പ്രാവശ്യം ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 9 പ്രാവശ്യം ഹജ്ജ് ചെയ്തിട്ടുണ്ട്. അലി തങ്ങളെ ചരിത്രത്തിൽ ഹജ്ജിൻ്റെ എണ്ണം പറയുന്നില്ല, ധാരാളം ഹജ്ജ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ചരിത്രത്തിൽ പരിശോധിച്ച് നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഭാര്യമാർ പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ ശേഷം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു എല്ലാ വർഷവും നബി തങ്ങളെ ഭാര്യമാർക്ക് ഹജ്ജ് ചെയ്യാനുള്ള സൗകര്യം ചെയ്യുമായിരുന്നു. അതിനുള്ള സാമ്പത്തിക ശേഷി, വാഹന സൗകര്യം എല്ലാം ചെയ്തു കൊടുക്കുമായിരുന്നു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു 5 തവണ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. അതിൽ 3 പ്രാവശ്യം നടന്നു പോയിട്ടാണ് ഹജ്ജ് ചെയ്തത്. അങ്ങനെ നമ്മൾ ചരിത്രത്തിലേക്ക് കടക്കുമ്പോൾ പരിശുദ്ധ ഹജ്ജിൻ്റെ പ്രാധാന്യം നമ്മെ ബോധ്യപ്പെടുത്തി തന്നിരിക്കുന്ന ഔലിയാക്കളും ആരിഫീങ്ങളും മഹാന്മാരും നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ചരിത്രത്തിലെ അതിപ്രധാനിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ 30 അല്ലെങ്കിൽ 33 പ്രാവശ്യം ഹജ്ജ് ചെയ്തിട്ടുണ്ട്. പല പ്രാവശ്യവും മദീനയിൽ നിന്ന് മക്കയിലേക്ക് നടന്നു പോയിട്ടാണ് ഹജ്ജ് നിർവഹിച്ചത്. നമ്മളെ നാട്ടിൽ ഇപ്പോൾ കഴിഞ്ഞല്ലോ, 2 കൊല്ലം മുമ്പ് ഒരാൾ നടന്നില്ല. അതൊരു വല്ലാത്ത നടത്തായിപ്പ് അല്ലേ? നടക്കാൻ പറ്റുന്നൊരു കൂട്ടർ, നടക്കാൻ പറ്റൂല എന്നൊരു കൂട്ടർ, പോയിട്ടുണ്ടെങ്കിൽ മോനെ ഇങ്ങോട്ട് തിരിച്ചു പോരുമെന്ന് പറഞ്ഞിട്ട് വേറൊരു കൂട്ടർ. ഒരാൾ നടക്കാൻ തീരുമാനിച്ചപ്പോഴൊക്കെ എന്തെല്ലാം സംഗതിയാണ് ഇവിടെ ഉണ്ടായത്. യാ റബ്ബ്, ഓരോ കാലഘട്ടത്തിൻ്റെ രീതി അനുസരിച്ചുകൊണ്ട് ഉണ്ടാകും. ഈ കാലത്ത് നമുക്കിപ്പോൾ ഇഷ്ടം പോലെ വാഹനങ്ങളും സൗകര്യം ഉള്ളതുകൊണ്ട് ആരും നടന്നു പോകാൻ നേർച്ചയാക്കേണ്ടതില്ല. പിന്നെ നമുക്ക് ഇൻഷാ അല്ലാഹ് അത്രയും വാഹനം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സൗകര്യങ്ങളൊക്കെ ഒത്തു കിട്ടി നമ്മൾ പരിശുദ്ധ ഹജ്ജിനങ്ങ് പുറപ്പെടുമ്പോൾ നല്ല നിയ്യത്തിൽ റബ്ബിനെ മാത്രം മനസ്സിലിങ്ങനെ വിചാരിച്ചിട്ടാണ് പുറപ്പെട്ടാൽ അള്ളാഹുവിൻ്റെ സഹായം ഉറപ്പാണ്. റബ്ബ് നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. നാം കേട്ടറിഞ്ഞു പോകുന്നവരല്ല, നാം അള്ളാഹുവിൻ്റെ അതിഥികളായി പുറപ്പെടുകയാണ്. അതിഥികളെ സൽക്കരിക്കുക, അതിഥികളെ സ്വീകരിക്കുക, അതിഥികൾക്ക് വേണ്ട സൗകര്യം ചെയ്യുക, അത് വിരുന്നൊരുക്കുന്നവരുടെ ധർമ്മമാണ്. പട്ടു ഉസ്താദിനൊരാഗ്രഹമുണ്ട്, ഊറ്റമ്പാർ ഉസ്താദിനൊന്ന് പൊരി കൊണ്ടുപോകണം. ബാക്കിയെല്ലാം അവിടെ ഇവിടെയും കണ്ട് ചായ കുടിക്കലൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് വീട്ടിൽ പോയിട്ടൊരു ചായ കുടിക്കണം, ഒരു നാസ്ത കൊടുക്കാം. അപ്പോൾ ആ നാസ്ത അവിടെ ഉണ്ടാക്കലും നമ്മളെ സ്വീകരിക്കലും അതൊക്കെ ആ ക്ഷണിച്ച ആളെ ഫല്യുക്കരിം ലൈഫഹു. ഇത് നമ്മെ ക്ഷണിച്ചതാരാ? അള്ളാഹുവിൻ്റെ ഓർഡർ പ്രകാരം ഖലീലുല്ലാഹി നബി ഇബ്രാഹിം, നബി മുഹമ്മദ് മുസ്തഫ, സയ്യിദുനാ മലക്ക് ജിബ്രീൽ, ഇവർ 3 പേരും ചേർന്ന്, അതോടൊപ്പം ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഇസ്മായിൽ, ഇവരൊക്കെ ചേർന്നുകൊണ്ടുള്ള നിങ്ങളെ വകയായിട്ട് ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ ബോക്സ് കൊണ്ട് ഇത്രയും ചൂടിൽ നമ്മൾ അല്ലേ? അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും കൈ കിട്ടുന്നത് വേഗം നോക്കുക. ഞാൻ അതിനു വേണ്ടി ഒന്നും നിർത്താത്തത് എന്താണെന്നറിയാം? ചൂടിങ്ങനെ കൂടി വരികയാണ്, കുറഞ്ഞു വരികയല്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കിപ്പോൾ എന്തേ കിട്ടിയത്? സമൂസ. ഓ അൽഹംദുലില്ലാ. ഇനിയിപ്പോൾ റുക്കനും ഹംസൊക്കെ വിട്ടാലും സമൂസമെന്ന് വിടണ്ട. ചിലപ്പോൾ ഫർള് സുന്നത്തും സുന്നത്ത് ഫർളും ഒക്കെ ആയിപ്പോയി എന്ന് വരും. അപ്പം അതുകൊണ്ട് എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് വേഗം ആ ഗ്ലാസ് കൊടുക്കുക, അപ്പുറത്തേക്ക് മാറ്റുക. നമ്മൾ വന്ന വിഷയത്തേക്ക് ശ്രദ്ധിക്കുക. അല്ലാഹു തആല ഖൈറ് തരട്ടെ ഇൻഷാ അല്ലാഹ്. ഈ ഹജ്ജ് ക്ലാസ്സിന് ഇവിടെ പിന്നെ എല്ലാ ഒരുക്കും ഇവിടുത്തെ അമാനികളും ഇപ്പോൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുത്തഅല്ലിമീങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ മാനേജ്മെൻറ്റും ഉസ്താദുമാരും എല്ലാം വളരെ പ്രാധാന്യത്തിലെടുത്തുകൊണ്ടാണ് നമുക്ക് ഈ സൽക്കാരം ഒരുക്കുന്നത്. നമ്മുടെ സഹോദരിമാർ ഇഷ്ടംപോലെ അവിടെ നിറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവർക്കൊക്കെ റഹ്മത്ത് ചെയ്യുമാറാവട്ടെ. സഹോദരിമാരെ നിയന്ത്രിച്ചുകൊണ്ടുള്ള നമ്മുടെ പെൺകുട്ടികൾ വോളണ്ടിയേഴ്സുണ്ട്. അവരൊക്കെ ആ ഉമ്മമാരെ നല്ലപോലെ സന്തോഷിപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ട ഖിദ്മത്ത് അവരും ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നീ കബൂലിയത്ത് നൽകണേ അല്ലാഹ്. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തിയത്
നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സ്വഹാബത്തും ചെയ്ത് കാണിച്ച ഹജ്ജ് അതാണ് ഹജ്ജ് പ്രാക്ടിക്കൽ എന്ന് പറയുന്നത്. ഒരു സംഗതിയുടെ തിയറി ഉണ്ട്, പ്രാക്ടിക്കലും ഉണ്ട്. നമ്മുടെ ഇൽമ് എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെ ഇൽമും ഏതാണ്? ഇൽമൊക്കെ തിയറിയാണ്. എല്ലാ ഇൽമുകളും അതിൻ്റെ തിയറിയാണ്. ഒതു എടുക്കണം എന്ന് പഠിച്ചു, നിസ്കരിക്കണം എന്ന് പഠിച്ചു, അതിന് 14 ഫറലുണ്ട് എന്ന് പഠിച്ചു, ഹജ്ജിന് 6 ഫറലുണ്ട് എന്ന് പഠിച്ചു. അതൊക്കെ അതിൻ്റെ തിയറിയാണ്, അതൊക്കെ തിയറികളാണ്. അത് പ്രാക്ടിക്കലാകുക എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ അമല്. ഇൽമ് എന്തായിട്ട് വരണം? അമലായിട്ട് വരണം. ഇൽമും അമലും ചേർന്നാൽ ആ ആള് ആരാകും? ആള് അലമാകും. അലം എന്ന് പറഞ്ഞാൽ നേതൃത്വം, പതാക, ഒരു സംഗതിനെ തിരിച്ചറിയാനുള്ളതാണ് അല്ലേ? ഇപ്പം നമ്മളെ ഹോർമുസ് കടലെടുക്കിൽ നങ്കൂരമിട്ടിരിക്കുന്ന എല്ലാ കപ്പലുകൾക്കും മുകളിലും പതാക വെക്കണം. ആ പതാകയാണ് അറിയിക്കുന്നത് ഇത് ഇന്ത്യൻ്റെ കപ്പലാണ്, ഇത് ഇന്തോനേഷ്യൻ്റെ കപ്പലാണ്, ഇത് തായ്വാൻ്റെ കപ്പലാണ്, ഇത് ഇന്ന രാജ്യത്തിൻ്റെ കപ്പലാണ്. ആ അലമ് എന്ന പോലെ ഇൽമുണ്ട് അമലും ഉണ്ടെങ്കിൽ ആ വ്യക്തി സമൂഹത്തിൽ അലമാകും. അയാൾ ബാക്കിയുള്ളവർക്കൊക്കെ മാതൃകയാണ്. അയാളെ കണ്ടോ, അയാളോട് ചോദിച്ചോ, മൂപ്പരോട് അറിഞ്ഞോ, മൂപ്പരോട് പറഞ്ഞോ. അതാണ് ഇൽമ്. അത് അമലായി ദഹിച്ചാൽ ആള് അലമാകും. നമ്മളിപ്പോൾ ഈ പഠിക്കുന്ന തിയറികളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? അത് പ്രാക്ടിക്കലാണ്. പ്രാക്ടിക്കലാകണമെങ്കിൽ അത് നമ്മൾ പഠിച്ചത് നമ്മുടെ മനസ്സിൽ നല്ല ഓർമ്മ വേണം. മനസ്സിൽ ചിത്രമുണ്ടെങ്കിൽ ചുമരിൽ വരയ്ക്കാൻ കഴിയുള്ളൂ അല്ലേ? നമ്മൾ ചുമരിലൊരു ചിത്രം വരയ്ക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മളൊരു പക്ഷിയുടെ ചിത്രം ചുമരിൽ വരയ്ക്കാണ്. ആ പക്ഷിയുടെ കൊക്ക്, ആ പക്ഷിയുടെ ചിറക്, ആ പക്ഷിയുടെ കളറ്, ആ പക്ഷിയുടെ രീതി അത് നമ്മുടെ മനസ്സിലുണ്ടാകാം. അപ്പോഴേ ചുമരിൽ വരയ്ക്കാൻ പറ്റുള്ളൂ. നമ്മളൊരു എലിഫൻറ്റിൻ്റെ ചിത്രം വരയ്ക്കാൻ, ഒരു ആനയുടെ ചിത്രം വരയ്ക്കാൻ, ആന എങ്ങനെയാണ്? അത് നമ്മുടെ മനസ്സിൽ ആ ആനയുടെ ചിത്രം ഉണ്ടാകണം. അപ്പോഴാണ് നമുക്കത് വരയ്ക്കാൻ സാധിക്കുക. നമ്മൾ ചെയ്യാൻ പോകുന്ന ഹജ്ജിൻ്റെ ഒരു ചിത്രം നമ്മുടെ മനസ്സിലുണ്ടാവണം. അതാണ് നമ്മളിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളിങ്ങനെ ഒരു ഉറങ്ങിയിട്ട് കേൾക്കുന്ന രീതിയിൽ ഇത് പറ്റൂല. അള്ളാഹു നമുക്ക് ഖൈറ് തരട്ടെ. ആളുകളൊക്കെ ഏകദേശം എത്തിക്കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രാക്ടിക്കൽ നേരത്തെ ആക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം നട്ടുച്ച സമയത്ത് നമ്മൾ പ്രാക്ടിക്കലിന് ഇറങ്ങുമ്പോൾ ആർക്കെങ്കിലും ഒരു തളർച്ച വരണ്ടെന്ന് വിചാരിച്ചിട്ട്. അള്ളാഹു ഖൈറ് തരട്ടെ. ഹാജിമാർ എത്തിക്കഴിഞ്ഞിട്ടുണ്ടാവൂല അല്ലേ? ഇനിയും വന്നുകൊണ്ടിരിക്കും. നോക്കാം ഇൻഷാ അല്ലാഹ്, വരുന്നതിനനുസരിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നുകൂടി പറയാം. ഇനി നമ്മളൊന്ന് വിഷയത്തിലേക്ക് വരിക. രണ്ടാമത് ഇപ്പം നാം പറഞ്ഞത് അതിൻ്റെ ഒരു ആമുഖം, ഒരു ഹജ്ജ് ചെയ്താൽ കിട്ടാവുന്ന പ്രതിഫലം, അതിൻ്റെ ശ്രേഷ്ഠത, അതിൻ്റെ പ്രാധാന്യം ഒക്കെ. അതോടൊപ്പം നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം, നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ടാകും. ഈ ഇരിക്കുന്ന ആളുകളൊക്കെ അബുദാബിയിലും ദുബായിലും ഒക്കെ നമ്മൾ പല പ്രാവശ്യം കണ്ടിരുന്നവരാണ്. നേരത്തെ ഒരാൾ കണ്ടപ്പോൾ അയാൾ ബഹ്റൈനിൽ കണ്ട ആളാണ്, വേറൊരാളെ കണ്ടു നോക്കുമ്പോൾ അയാൾ ഖത്തറിലാണ്. അങ്ങനെ GCCയുടെ രാജ്യങ്ങളിലും അല്ലാത്ത സ്ഥലത്തും ഒക്കെ പോയവരുണ്ടാകും. എന്നാൽ ഈ പോകുന്നത് എവിടേക്കാണ്? അള്ളാഹുവിൻ്റെ ഖുർആൻ ഉമ്മുൽ ഖുറാ, ഭൂമിയുടെ ഉമ്മ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട രാജ്യത്തേക്കാണ്. ഈ പോകുന്നത് ബലദുൽ അമീൻ, വിശ്വസ്തയുടെ നാട്, ആരും ആരെയും ചതിക്കാത്ത, വഞ്ചിക്കാൻ പാടില്ലാത്ത വല്ലാത്തൊരു നാട്. ഈ പോകുന്നത് എവിടേക്കാണ്? ഈ പോകുന്നത് ബലദുൽ ഹറാം, സുരക്ഷിത മേഖല. ഈ പോകുന്നത് എവിടേക്കാണെന്ന് ഓർക്കണം നമ്മൾ. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ഈ മണ്ണിനെ പിടിച്ച് ഞാൻ സത്യം ചെയ്യുന്നു എന്ന് അല്ലാഹു തആല പ്രത്യേകം പഠിപ്പിച്ച നാട്, അവിടേക്കാണ് നമ്മൾ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് വേണ്ടി ഒരു സ്വഹാബിയെ മദീനയിലേക്ക് അയക്കാണ്. അദ്ദേഹത്തോട് നബി തങ്ങൾ പറഞ്ഞു, മോനെ, നീ പോകുന്ന സ്ഥലം ഏതാണെന്ന് നീ ഓർക്കുന്നുണ്ടോ? 24 മണിക്കൂറും അതിർത്തിയിൽ മലക്കുകൾ കാത്തു നിൽക്കുന്ന ഭൂമി, ദജ്ജാലിന് പ്രവേശനമില്ലാത്ത ഭൂമി, അങ്ങനത്തെ അതിപരിശുദ്ധ സ്ഥലം, ആ സ്ഥലത്തേക്കാണ് നീ പോകുന്നത് കേട്ടോ എന്ന് ഒരു സ്വഹാബിയെ നബിതങ്ങൾ താക്കീത് സ്വരത്തിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അത്ര പ്രധാനപ്പെട്ട സ്ഥലം. നമ്മൾ ഹജ്ജിന് പോയി മക്കത്തെത്തി, അള്ളാഹു ഭാഗ്യം തരട്ടെ. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മൾ നടക്കുന്ന വഴിയിൽ ഒരു സാധനം വീണ് കിടക്കുന്നുണ്ട്. നോക്കുമ്പോൾ അതൊരു പേഴ്സാണ്.
നോട്ടുകൾ അതിലുണ്ട് എന്ന് കുറച്ച് പുറത്തേക്ക് ഇങ്ങനെ കാണുന്നുണ്ട്. അവിടെ കടന്നോട്ടെ, നമ്മളാരും അത് തൊടാൻ പോകണ്ട. മുതൽ നമ്മളതല്ലല്ലോ, എന്നാൽ പിന്നെ എടുക്കാൻ പോകണ്ട. ഒരു സ്വർണ്ണാഭരണം നമ്മൾ പോകുന്ന വഴിക്ക് അവിടെ ഹറമിൽ വീണ് കിടക്കുന്നുണ്ട്, അവിടെ കടന്നോട്ടെ, നമ്മളെ കൈ കൊണ്ടത് തൊടാൻ പോകണ്ട. അത് അതിൻ്റെ അവകാശിക്കും ഉത്തരവാദപ്പെട്ടവർക്കും കിട്ടാൻ അവിടെ സംവിധാനമുണ്ട്. നമ്മളെ കൈ കൊണ്ടത് തൊടാൻ പോകണ്ട. എടുത്തോ, നമ്മൾ കുടുങ്ങി. ആർക്കെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എടുത്തത്? ആർക്കാണ് കൊടുക്കാൻ കഴിയണത്? നമ്മൾ തൊടാൻ പോകരുത്. അവിടെ അത്ര വിശ്വാസപ്പെട്ട സ്ഥലമാണ്. ഞാനൊക്കെ എൻ്റെ ചെറിയ പ്രായത്തിൽ പറയാം, എൻ്റെയൊക്കെ മുമ്പ് എത്രയോ മുമ്പ് ഹജ്ജിന് പോയ ആളുകളില്ലേ. ഞാനിപ്പോൾ ഈ താടിയൊക്കെ ഇങ്ങനെ നരച്ചത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും കുറേ വയസ്സായിക്കണം. ഞാൻ 1900 കുറേ അപ്പുറത്താണ് ജനിച്ചത്. അതിൻ്റെ മുമ്പ് എത്രയോ ആൾ കഴിഞ്ഞു പോയി. വയസ്സറിയാണെങ്കിൽ പറഞ്ഞതാണ് ഞാൻ. അള്ളാഹു നമുക്ക് ഖൈറ് തരട്ടെ. അതിൻ്റെയൊക്കെ മുമ്പ് എത്ര ആളുകൾ കഴിഞ്ഞു പോയി. ഞാൻ ബഹുമാനപ്പെട്ട തരുവണ ഉസ്താദിനെ കണ്ടിരുന്നു. വഫാത്തായല്ലോ എത്രയായിട്ട്. അള്ളാഹു ദർജ ഏറ്റി കൊടുക്കട്ടെ. അല്ലാഹു റബ്ബി. ബഹുമാനപ്പെട്ട AP ഉസ്താദിനെ കണ്ട് സംസാരിച്ചപ്പോൾ 1960 ഉസ്താദ് ഹജ്ജിന് പോയിക്കണേ. ഞാനന്ന് ജനിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള കാലത്ത് കഴിവുള്ള ആളുകൾ അന്ന് മുതൽക്കേ അതിൻ്റെയും മുമ്പ് അല്ലേ. ഇപ്പം നമ്മളൊക്കെ പോകാൻ തുടങ്ങിയ കാലം, ഞാൻ പോകാൻ തുടങ്ങിയത് 1990-ലാണ്. 90 മുതൽ ഏകദേശം ഒരു 95 വരെയുള്ള 5 വർഷക്കാലം നമ്മളവിടെ കണ്ട ഒരനുഭവം. ഹറമിൽ നിന്ന് വാങ്ക് വിളിച്ചാൽ എല്ലാ കച്ചവടക്കാരും നിസ്കരിക്കാൻ വേണ്ടി പോകും. ജ്വല്ലറി പൂട്ടാറില്ല, സൂപ്പർ മാർക്കറ്റ് അടക്കാറില്ല. ഒരു കച്ചവടക്കാരും ഒക്കെ അവിടെ ഇട്ടിട്ടാണ് പോകും നിസ്കരിക്കാൻ. ഒക്കെ നിസ്കരിക്കാൻ പോകും. നമ്മളിപ്പോൾ മറവിന്ന് സഅയ് കഴിഞ്ഞ് മറവിന്ന് പുറത്തിറങ്ങുന്ന ആ ഭാഗം മുഴുവനും ഖദീജ ബീബിൻ്റെ മാർക്കറ്റാണ്. അതിലധികവും ജ്വല്ലറിയാണ്. ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിലൊക്കെ ജ്വല്ലറികൾ, റൈറ്റ് സൈഡിലൊക്കെ തുണിഷാപ്പും അതുപോലെ തന്നെ മറ്റ് കച്ചവടങ്ങളൊക്കെ ഒക്കെ അങ്ങനെ ഇട്ടിട്ട് അങ്ങനെ തന്നെ അവിടെ വെച്ചിട്ട് ഒക്കെ പോകും നിസ്കാരത്തിന് പോയി ജമാഅത്തിൽ കൂടി അല്ലാഹു അക്ബർ, ജമാഅത്ത് ഫറള് നിസ്കരിച്ച് ആളുകൾ വരും. ഇപ്പോൾ നമ്മൾ അതേ മക്കത്ത് ഇപ്പോൾ നിസ്കാരത്തിൻ്റെ സമയത്ത് പൂട്ടിയിട്ടും മതിയാകണില്ല. എന്നിട്ടും കളവ് നടക്കുകയാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഒരു കാലഘട്ടത്തിൻ്റെ വ്യത്യാസമാണ്. ജനങ്ങൾ ഒരാളും തൊടൂല. ഞങ്ങൾ ഹജ്ജിന് സമയത്ത് നമ്മൾ പരിശുദ്ധ ഉംറയ്ക്ക് വേണ്ടി പോയി. ആദ്യം തന്നെ ഹജ്ജിന് മുമ്പ് നമ്മൾ ഉംറ ചെയ്ത് ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഉംറയ്ക്ക് അങ്ങോട്ട് കയറുമ്പോൾ നമ്മൾ 1-ാം ഗേറ്റ് അല്ലെങ്കിൽ ബാബുസലാമിലാണ് കയറുന്നത്. പുറത്തിറങ്ങുന്നത് സഅയ് കഴിഞ്ഞിട്ട് മറുവിയിലാണ്. അപ്പോഴൊക്കെ രാജാർ പറഞ്ഞു, ഇതിൻ്റെ ചെരുപ്പ് അവിടെ കാണാനല്ല, ആരോ കട്ട് എന്നാണ് തോന്നുന്നത് കണ്ടങ്ങൾ. അപ്പോഴേക്ക് ഞാൻ അയാളെ ഇങ്ങനെ പൊത്തിപ്പിടിച്ചിട്ട്, നിങ്ങൾ എന്താണ് പറഞ്ഞത്? നിങ്ങളെ ഇന്ത്യയിൽ നിന്ന് വാങ്ങിയ 3 ഉറുപ്പ്യക്ക് 14 കിട്ടുന്ന ചെരുപ്പ് കക്കാൻ എവിടെ ആൾ വന്നിട്ടുണ്ട്? എൻ്റെ ചെരുപ്പ് കാണാനില്ല എന്ന് പറഞ്ഞാൽ, എൻ്റെ ചെരുപ്പ് സ്ഥലം മാറിപ്പോയോ എന്നറിയില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ മറ്റും. കട്ട് എന്ന് പറയുമ്പോൾ അത് ആ ഹറമിലുള്ള എല്ലാവരും ഒരു കുറ്റപ്പെടുത്തുന്ന വാക്കാണ്. വരരുത് നമ്മുടെ നാവുന്ന് അത്തരം വാക്ക്. ഇവിടെ നിന്ന് കട്ടുപോയി എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പ്രയോഗിക്കുന്നത് അങ്ങനെയാണ്. പണ്ടൊരു വലിയ ഉസ്താദ് പൊന്നാനി പള്ളിയൊക്കെ പോയി. ഇപ്പം ഒരു കാലുമെന്ന് ചെരുപ്പ് ഊരിയിട്ട് ഒരു സ്ഥലത്ത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ അവിടുന്ന് ഒരു കാരണോല് പറഞ്ഞു, ഇവിടെ ചെരുപ്പ് അവിടെ തന്നെ വെച്ചാൽ മതി, ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കൊന്നും വേണ്ട, ഇവിടെ അങ്ങനെ കളവ് പോകൂല. ആ ഉസ്താദ് ചോദിച്ചു, ആദ്യം പോണത് ഇൻ്റെതാണെങ്കിലോ എന്ന് ചോദിച്ചു. അങ്ങനെ ഉണ്ടാവും ചിലപ്പം. അങ്ങനെ ഉണ്ടല്ലോ. പൊതുവേ കളവ് നടത്താൻ പറ്റൂല. പിന്നെ കാലിയാരെ കീസിൽ നിന്ന് ബീഡി കക്കുക പറഞ്ഞാൽ അത് വല്ലാത്തൊരു കക്കലല്ലേ. അപ്പം എന്ന മാതിരി ചിലപ്പോൾ ഉസ്താദിൻ്റെ തൈക്കോട്ട് എടുക്കണത് എന്ന് വിചാരിക്കുന്ന ആളും ഉണ്ടാകും. അതിനെന്തുകൊണ്ട് ഉസ്താദാകുമ്പോൾ മേം പൊരുത്തപ്പെട്ടോളൂ എന്ന് വിചാരിച്ചോളൂ ആൾക്കാർ. അപ്പോൾ അള്ളാഹു തആല നമുക്ക് ഖൈറ് തരട്ടെ. ഒന്ന് നമ്മൾ ഉദ്ദേശിക്കാം, നമ്മുടെ പരിശുദ്ധമായ ഹറം ഷരീഫിൽ അവിടെ ഒരു ചെടി കണ്ടാൽ നമുക്കതിൻ്റെ ഇല നുള്ളാൻ പാടില്ല. അവിടെ ഒരു പക്ഷിയെ കണ്ടാൽ നമ്മളതിനെ ഭീഷണിപ്പെടുത്താൻ പാടില്ല. എന്തുമാത്രം ബലദുൽ ഹറാം എല്ലാവർക്കും അല്ലാഹുമ്മ ജഅൽ ഹാദൽ ബലദ ആമിനൻ മുത്മഇന്ന, എല്ലാവർക്കും സമാധാനത്തോടുകൂടെ. അതാണ് ഹറമിൻ്റെ പ്രത്യേകത. ഒരു ജീവിക്കും അവിടെ പേടിക്കേണ്ടതില്ല.
ആ അമാനത്ത് നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ മുസ്ലിങ്ങൾക്കെതിരെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ പോകുന്ന പരിശുദ്ധ ഭൂമി അതിൻ്റെ ശ്രേഷ്ഠത ചെറുതല്ല. ആ പുണ്യഭൂമിയിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുന്ന അൽ ഹുജ്ജാജു വൽ ഉംറാറു വഫദുല്ലാഹ്, ഹജ്ജിന് വരുന്നവരും ഉംറക്ക് വരുന്നവരും അള്ളാഹുവിൻ്റെ പട്ടാളക്കാരാണ്, അള്ളാഹുവിൻ്റെ സൈന്യമാണ്. കണ്ടോ, വിരുന്നൊരുക്കുന്ന സൽക്കാരമാണ് ഹജ്ജ്. ആ സൽക്കാരത്തിന് വേണ്ടി പോകാൻ ശരീരവും സ്വത്തും മനസ്സും ഒക്കെ തയ്യാറായി നിൽക്കുന്ന സഹോദരി സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ വർഷം ഹജ്ജ് നിയ്യത്ത് ചെയ്ത ഒരാൾക്കും ഇനി ഒരു തടസ്സം നൽകല്ലേ അല്ലാഹ്.